ഇന്ന് നമുക്ക് ചീസ് ഗാർലിക് ബ്രെഡ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ഞാൻ ഒരു 4 സ്ലൈസ് സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു ബൗളിൽ ബട്ടർ ഇട്ട് കൊടുക്കാം. റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ ആയിരിക്കണം. ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ ചതച്ച വെളുത്തുള്ളി, വെള്ളം ചേർക്കാതെ ചതച്ചെടുത്തതാണ്, ചെറുതായി അരിഞ്ഞുമെടുക്കാം. സ്പൂൺ ക്രഷ് ചില്ലി, അതുപോലെ തന്നെ മല്ലിത്തഴ ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇതിൽ ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്തിട്ട്, ബട്ടർ അൺസാൾട്ടഡ് ബട്ടറാണ്, അതുകൊണ്ടാണ്. സാൾട്ടഡ് ബട്ടർ ആണെങ്കിൽ വേണമെന്നില്ല. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് മോസറല്ല ചീസാണ്. ഇത് ഞാൻ ഹോം മെയ്ഡായി തന്നെ ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സാധാ ചീസും ഉപയോഗിക്കാം. ഇതാകുമ്പോൾ ഒന്നുകൂടെ സ്ട്രെച്ചി ആയിരിക്കും, അതുകൊണ്ടാണ്. നമുക്ക് ബ്രെഡ് സ്ലൈസസിൽ ആദ്യം ബട്ടർ, മിക്സ് ചെയ്ത് വെച്ച ബട്ടർ അത് പുരട്ടി കൊടുക്കാം. അതിന് ശേഷം അതൊന്ന് കമിഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലും നമുക്ക് ഈ ബട്ടർ അപ്ലൈ ചെയ്യാം. അതിലേക്ക് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് പരത്തി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ബ്രെഡ് സ്ലൈസ് അതിൻ്റെ മുകളിൽ വെച്ച് അതിൻ്റെ മുകളിൽ നമുക്ക് ബട്ടർ അപ്ലൈ ചെയ്യാം. ഇതുപോലെ വേറെ 2 സ്ലൈസ് കൂടെ ചെയ്തെടുക്കാം. നമുക്ക് സ്റ്റൗവിലൊരു തവ വെച്ച് കൊടുക്കാം. ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് ഈ ബ്രെഡ് സ്ലൈസസ് മാറ്റി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. അതൊന്ന് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിലുള്ള ചീസൊക്കെ നല്ലപോലെ ഒന്ന് ഇതാവണം, അതുകൊണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് അത് കൊടുക്കാം. 2 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അടുത്ത സ്ലൈസും മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. 2 മിനിറ്റോളം ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫാക്കാം. നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചീസ് ഗാർലിക് ബ്രെഡ് റെഡിയായി. മോസറല്ല ചീസാകുമ്പോൾ ഇതുപോലെ നമുക്ക് സ്ട്രെച്ചി ആയിട്ട് കിട്ടും. ഇവിടെ ഇപ്പം ഞാൻ 2 ഇതാണ് ചെയ്തത്. നിങ്ങൾക്ക് ബ്രെഡിൻ്റെ അളവിനനുസരിച്ച് ബട്ടറിൻ്റെയും അതുപോലെ ചീസിൻ്റെയൊക്കെ അളവ് കൂട്ടി എടുത്ത് ചെയ്യാം.